ഹായ് ചെല്ലക്കിളി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പോ വേണേലും പൊട്ടാം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പൊ നമ്മൾ 2 ദിവസമായിട്ട് നമ്മുടെ ഓണം ഷോപ്പിങ്ങിന്റെ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് പാർട്ട് 3 ആണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നീ തന്നെ കാണിച്ചാൽ മതി. നമ്മള് കുറെ സ്ഥലങ്ങളിൽ പോയി നമ്മൾ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ ജ്വല്ലറീസ് മേടിച്ചു, ഡ്രസ്സസ് മേടിച്ചു, അങ്ങനെ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. RK വെഡിങ് മാളിൽ പോയി. നമ്മൾ അതിനുശേഷം നേരെ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ നേരെ രാമചന്ദ്രനിലോട്ട് വന്നു. അതിനുശേഷം നമ്മൾ പഴയ രാമചന്ദ്രൻ അവിടെ നമ്മൾ കുറെ ഓർണമെന്റ്സ് അല്ലേ ഷോപ്പിംഗ് ചെയ്തത്. ഇല്ല, തീർന്നില്ല, ഇനിയുണ്ട്. അതിനുശേഷം നമ്മൾ ബോംബെ ഗാർമെന്റ്സിൽ വന്നു. അങ്ങനെ കുറെ ഷോപ്പുകളിൽ കയറി ഒരു നീണ്ട യാത്രയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആ യാത്രയിലൂടെ എന്തൊക്കെയാ മേടിച്ച് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. അപ്പം ഫസ്റ്റ് നമ്മൾ പോയത് RK വെഡിങ് മോളിലായിരുന്നു. അവിടെ നമ്മൾ ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം വാങ്ങിക്കത്തിന് വേറെ ഒന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ മേടിക്കാത്തത്. അവിടെ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് ആ വിചാരിച്ച സാധനം അവിടെ കിട്ടിയില്ല. ആക്ച്വലി എനിക്ക് കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ വേണ്ടത്. കാരണം പല സ്ഥലങ്ങളിൽ ഓണം ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ ഇടാൻ വേണ്ടി ഓരോരോ കളറാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനൊക്കെ വേണം മാച്ചിനുള്ള ബ്ലൗസ് പീസ്, സാരി അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത്. അപ്പം എനിക്ക് മേടിക്കാൻ പോയെന്ന് വെച്ചാല്, എനിക്ക് ഡ്രസ്സല്ല, ഞാൻ മേടിക്കാൻ പോയത് കുറച്ച് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എല്ലാം നടന്നിട്ടുണ്ട്. അപ്പൊ ഓർഡറിനായിട്ട് കാണിച്ചു തരാം. അപ്പൊ RK മോളല്ല, നമ്മൾ ആദ്യം പോയത് RK മോൾ കണ്ടിട്ട് സ്റ്റുഡിയോയിലായിരുന്നു പോയത്. അപ്പൊ സ്റ്റുഡിയോന്ന് മേടിച്ച സാധനം കാണിച്ചു തരാം. സ്റ്റുഡിയോയിൽ നിന്ന് വന്നിട്ട് ഞാനൊരു പലാസോ ആണ് കേട്ടോ വാങ്ങിച്ചത്. കൊള്ളാം കേട്ടോ, അടിപൊളി പലാസോ ആണ്. ഇതാണ് കേട്ടോ. അപ്പൊ ഈ പലാസോ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. കുറെ ഇട്ടു, അത്യാവശ്യം നന്നായിട്ട് ഇത് ഇട്ടത്. വാങ്ങിച്ചതിന് ശേഷം തന്നെ കുറെ തവണ ഇട്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പലാസോ ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏകദേശം 600 ആയിരുന്നു അല്ലേ ഇതിന്റെ റേഞ്ച്. അപ്പം ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. അപ്പം അതിനുശേഷം നമ്മൾ സ്റ്റുഡിയോ നമ്മൾ വേറെ ഒന്നും മേടിച്ചില്ല, ആപ്പാടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രമാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും എന്റെ ഫീൽ എല്ലാം ഔട്ടായി പോയി. ഒരിടത്ത് പോയിട്ട് നമുക്ക് തൃപ്തിക്ക് അനുസരിച്ച് അങ്ങനെ ഒന്നും ഒരിടത്തു നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. എങ്കിലും ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ട് ചേച്ചി എടുത്തു. അടുത്ത അവിടെ നമ്മൾ പോയത് പ്രീമിയറിൽ. പ്രീമിയറിന് വാങ്ങിച്ച സാധനം കൊണ്ട് കാണിച്ചു തരാം. ഞാൻ എടുത്തില്ല, സംസാരിക്കാം. ഞാൻ എടുത്തിട്ട് വരാമേ. അങ്ങനെ പ്രീമിയറിൽ പോയിട്ട്, പ്രീമിയർ നമുക്ക് ആക്ച്വലി ഒരു സാധനമായിരുന്നു മേടിക്കേണ്ടത്. പക്ഷെ ആ ഒരു സാധനം നമ്മൾ ഇവിടങ്ങളിൽ നമ്മൾ കുറെ ഷോപ്പിലേക്ക് പോയെങ്കിലും കിട്ടിയിട്ടില്ല. ചേച്ചിക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഒരു സാധനമായിരുന്നു അത്. എനിക്ക് ഈ ഭയങ്കര കളറുള്ള പേന, ബുക്സ്, അതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്റെ സ്കൂളിൽ 2-3 ടീച്ചേഴ്സ് ഇങ്ങനെ കളർ പേന ഇട്ട് എഴുതുന്ന കണ്ട അന്ന് തൊട്ടൊരു മോഹമാണ്. അതും വെറും കളർ പേനയല്ല ചേച്ചിക്ക്, ഗ്ലിറ്റർ അല്ല വേണ്ട, പല കളറിലുള്ള ജെൽ ടൈപ്പ് പേനയാണ്. ഇത് 2-3 ടീച്ചേഴ്സിനുണ്ട്. അപ്പോഴേ ഞാൻ നോക്കി വെച്ചേക്കുന്നത്. അത് തന്നെയല്ലേ ഞാൻ പഠിപ്പിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് വിദേശം. എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടോട്ട് ഇതുപോലത്തെ ക്രൈസ്, അവർക്ക് ബുക്സ് അതേപോലെ പെന്നൊക്കെ. ഇവിടെ നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞം, കാഞ്ഞിരംകുളം അങ്ങനെയുള്ള സർവ്വ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഞങ്ങൾ പോയി വാങ്ങിച്ചു നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അവസാനം ഒരു ഷോപ്പിൽ പോയി 4 എണ്ണം 160 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. നഷ്ടമായി പോയി. എന്നിട്ടും എനിക്ക് സമാധാനമായില്ല, കാരണം എല്ലാ കളറും കിട്ടിയില്ലല്ലോ. അങ്ങനെ പ്രീമിയറിൽ പോയതാണ്, പക്ഷെ കിട്ടി, എല്ലാം കിട്ടി. ഇതിന്റെ റേറ്റ് നിങ്ങൾ കേട്ടോ? ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു? 160. 147. പക്ഷെ ഇവിടെ നിന്ന് ചേച്ചി 4 പേരായിട്ട് 100 എത്ര 4 പേരയ്ക്ക് 160 രൂപയ്ക്ക് മേടിച്ചതാണ്. അപ്പം ഇതെനിക്ക് ലാഭമായിരുന്നു കേട്ടോ. അടിപൊളി പേനാണ് കേട്ടോ ഇത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയത് രാമചന്ദ്രനിലായിരുന്നു. അപ്പം രാമചന്ദ്രനിൽ വലിയ കഥയാണ്. അവിടെ ഇഷ്ടം പോലെ തപ്പി 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 കുറെ പോയി. അവിടെ ഫസ്റ്റ് ബ്ലൗസ് പീസും എടുത്തു. എനിക്ക് കുറച്ച് എന്താ പറയാ മെറ്റീരിയൽസ് ഞാൻ അവിടുന്ന് എടുത്തു കേട്ടോ. ഒരു എന്താ പറയാ, നമ്മൾ അവസാനം ഭയങ്കര വിഷമത്തിൽ ഇറങ്ങാൻ നേരത്തായിട്ട് കേട്ടോ ആ സംഭവം കിട്ടിയതിന് തന്നെ ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് ഈ തവണ ഒരു ധാവണി ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, എനിക്കില്ല. ഭയങ്കര മോഹമായിരുന്നു ധാവണി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതാ പോയി അതിന്റെ മെറ്റീരിയൽ വാങ്ങിച്ചു കേട്ടോ. ഇത് ഒരു ഭയങ്കര ട്രെൻഡാണ്. ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ട്. 1 മീറ്ററിന് ഏകദേശം 147 രൂപ അങ്ങനെയാണ് വന്നത്. അങ്ങനെ 5 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മളിപ്പോ ഓണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിയ സാരിയായിട്ടും വേണമെങ്കിലും എടുക്കാം. പക്ഷെ എനിക്ക് ധാവണിയാണ് ഇഷ്ടം. നമുക്ക് ഓണം ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ കേട്ടോ. എത്ര മനോഹരമായി. ഇല്ല, ഞാൻ തീരുമാനിച്ചു ഓണം നമ്മൾ ക്യാമറയിലാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതാണ് ഒന്നാമത്തെ സാധനം. എന്റെ മനസ്സിലെ പ്ലാൻ എന്ന് വെച്ചാല് ഭയങ്കര എല്ലാം കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. ബ്ലൗസിന് ഒരു കളറ്, പാവാടയ്ക്ക് ഒരു കളറ്, പിന്നെ ഷോള് വേറൊരു കളറ്. അപ്പം
ബ്ലൗസിന് ഞാൻ എടുത്ത് ഇതിന് മാച്ച് ആയിട്ട് ഈ ഓറഞ്ച് ബ്ലൗസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര രസം. ഇവരുടെ സെലക്ഷൻ ആണേ. നല്ല കളറാണ് കേട്ടോ. ഒരു ഓറഞ്ചും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു കളറാണ്. നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റില്ല, പക്ഷെ അത്രയും സെറ്റ് കളറാണ്. ഭയങ്കര സിൽക്ക് മെറ്റീരിയൽ ആണ്, ഭയങ്കര രസമാണ്. പക്ഷെ ഇതിന് മീറ്ററിന് അത്യാവശ്യം വില കൂടുതലായിരുന്നു. പക്ഷെ ഇത് നോക്കി നോക്കി അവസാനം ഒരു സ്ഥലത്തിന്റെ ഇടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് നല്ല നല്ല കളറാണ്. തോന്നുന്നത്. ആയിരുന്നു ധാവണി വന്നിട്ട് ഒരു പിങ്ക് അടിപൊളിയാണ്. കളറാണ്. ഇതിന്റെ സൈഡിൽ ഞാൻ എന്താ ഇവിടുന്ന് ഒരു ലേസ് ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ പറയണം കൊള്ളാവോ അതോ കൊള്ളാം. ഇങ്ങനെയാണ് ധാവണി, നമ്മളുടെ ബ്ലൗസ്, പിന്നെ നമ്മളുടെ സ്കേർട്ട് മാച്ചാന്ന് തോന്നുന്നല്ലേ, വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ വരും. ഇത് വന്നിട്ട് നമ്മുടെ വെൽവെറ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കൂടെ ഞാൻ നല്ല മഞ്ഞച്ചും പച്ചച്ചും റോസൊക്കെ നിൽക്കുന്നു. ഇല്ല, പക്ഷെ നല്ല കളറാണ്. നമുക്ക് ഇത് മൂന്നുമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് തച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. എന്തായാലും നാളെ ഫോട്ടോഷൂട്ടിന് ഇതായിരിക്കും ഇടുന്നത്. പിന്നെ വാങ്ങിച്ചത്, പിന്നെ അതിന് ഉള്ള ലൈനിങ് മെറ്റീരിയൽ വാങ്ങിച്ചു, ബ്ലൗസിനുള്ളതും സ്കേർട്ടിനുള്ളതും വാങ്ങിച്ചു. പിന്നെന്താ, ഇനി മോക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടി രാമചന്ദ്രനെ നമ്മള് അവക്കും കൂടെ ബ്ലൗസിന് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് തച്ചില്ല കേട്ടോ. അവൾക്ക് കഴിഞ്ഞ വർഷത്തെ തന്നെ അവള് ഉപയോഗിച്ചു. എനിക്ക് തയ്ക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തയ്യായിരുന്നേ. ഇത് ഈ കളറല്ല, നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ കാണുന്ന കളറല്ല, അതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു കളറാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിപ്പോ അതിനകത്ത് എനിക്ക് തോന്നുന്നു സ്കൈ ബ്ലൂ പോലെയാണ് തോന്നുന്നത്. സ്കൈ ബ്ലൂ അങ്ങനെയല്ല, നല്ല കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പോയി നമ്മുടെ പഴയ രാമചന്ദ്രന്റെ ആ ഭാഗത്താണ്. അവിടെ പോയിട്ട് ഞാൻ കുറച്ച് നമ്മൾ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചി ഡ്രസ് കാണിച്ചു, ഞാൻ വാങ്ങിച്ച സാധനങ്ങളെ കാണിച്ചു തരാം. അടുത്ത് ആദ്യമായിട്ടുള്ളത് ഒരു വലിയ കമ്മലാണ്. പക്ഷെ ഇത് ഞാൻ എടുത്തത്, ഞാൻ എന്തർത്ഥത്തിലാണ് മേടിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് നല്ലൊരു കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാ നോക്ക്, നല്ല കമ്മല് കണ്ട, അടിപൊളിയല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലാട്ടോ, അടിപൊളിയാണ്. അത് ചെയ്തിട്ട് ഏത് കമ്മൽ എടുത്താലും 100 റുപ്പീസ് ആയിരുന്നു. പക്ഷെ ഇത് 100 റുപ്പീസ് നമ്മള് 100 റുപ്പീസ് കണ്ടാ പറയൂ ഇതിന്, നമ്മൾ അതിൽ കൂടുതലല്ലേ പറയത്തുള്ളൂ. കണ്ട ഇനിയുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദേവിയുടെ പോലത്തെ ഒരു മാല, സിമ്പിൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേറെ വേണ്ടിട്ട് ഞാൻ കുറച്ച് ഹെവിയിലുള്ള ഒരു ഇത് കമ്മലാട്ടോ മേടിച്ചത്. ഇതും അടിപൊളിയാണ്. കണ്ടില്ലേ? ഇതാണ് ഞാൻ രണ്ടാമത് മേടിച്ചത്. കുറച്ച് ഹെവി ആണ്, പക്ഷെ സംഭവം അടിപൊളിയാണ്. എനിക്ക് ആ ഇൻവിസിബിൾ ചെയിൻ നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന കമ്മൽ കുറച്ച് ഹെവി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു കമ്മൽ മേടിച്ചത്. കണ്ടില്ലേ? ഇത് വന്നിട്ടും 100 റുപ്പീസേ ഉള്ളൂ. അടിപൊളി കമ്മലാണ്. കണ്ടില്ലേ? സെറ്റ്. അപ്പൊ അടുത്ത് വന്നിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു ജിമിക്കാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇത് വന്നിട്ട് 80 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു കളറാണ് കേട്ടോ. എനിക്ക് ആ കളർ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കമ്മല. കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു ജിമുക്ക. അടുത്ത് വന്നിട്ട് വേറൊരു ടൈപ്പ്, നമ്മള് പണ്ടത്തെ പാലക്ക മാല എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ഒരു മോഡൽ വന്നിട്ടുള്ളൊരു കമ്മലാട്ടോ. ഇത് നല്ലൊരു ജിമിക്കയാണ്. ഇത് കണ്ടില്ലേ? ഇതാണ് അടുത്തൊരു ജിമിക്ക. കണ്ടില്ലേ? അടിപൊളി ജിമിക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം നമുക്ക് 100 രൂപയ്ക്ക് അകത്താ കിട്ടിയെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ആ രാമചന്ദ്രൻ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉള്ള നല്ല കമ്മലുകൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കമ്മലാണ്, ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് വന്നിട്ട് ഒരു ചെറിയ നമുക്ക് അത്യാവശ്യം ക്യാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ജിമിക്കൊന്നും അല്ല, അങ്ങനത്തെ മോഡലൊന്നും അല്ല, ഒരു നോർമൽ ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കമ്മൽ, ഒരു സിൽവർ കളറാണ് കേട്ടോ ഞാൻ എടുത്തത്. കേട്ടോ, ഇതാണ് അടുത്ത കമ്മൽ. നല്ല കമ്മൽ വരുന്നില്ല. കണ്ടില്ലേ? ഇത് വലിയ ഇങ്ങനെ ഭയങ്കര വലുതൊന്നും അല്ല, കുഞ്ഞു കമ്മലാണ്. എനിക്ക് ചേരുന്നൊന്നും അറിയില്ല, പക്ഷെ ഞാനത് ഇഷ്ടപ്പെട്ട് ഇങ്ങ് എടുത്തു. അതായിരുന്നു സത്യം. എനിക്ക് ചേരുന്നൊന്നും ഞാൻ നോക്കിയില്ല. കമ്മൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ടാട്ടോ എടുത്തത്. നല്ല രസം കണ്ടോ, പിന്നെ ക്യൂട്ടായിട്ട് കുഞ്ഞു കമ്മൽ. ഇത് വന്നിട്ട് 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. ഇനി വന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് നെക്ലേസും അതിന്റെ ഒരു മാലയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്.
ഇത് വന്നിട്ട് ഒരു 100 റുപ്പീസിനകത്തേ ഉള്ളൂ കേട്ടോ. അത്രയും നല്ല ക്യൂട്ടായിട്ട് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ചെയിനും ചെയിനല്ല സോറി നെക്ലേസും അതിന്റെ ഇയറിംഗ്സും ആണ് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഓണം ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ട് നല്ലൊരു ഓർണമെന്റ്. വാരി കൂട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ വലുതായിട്ട് അങ്ങനെ ഓർണമെന്റ്സ് ആക്കില്ല, കുഞ്ഞു കുഞ്ഞു സ്റ്റഡ് വാങ്ങിച്ചോളൂ ഇഷ്ടം പോലെ. ഇങ്ങനത്തെ കുഞ്ഞു പൊട്ടൊക്കെയാണ് ഇടുന്നത്. പക്ഷെ ഇപ്പഴാണ് ഇങ്ങനെയൊക്കെ ഞാൻ വാങ്ങിക്കുന്നത്. എന്നെ കണ്ടില്ലേ, കണ്ട പിന്നെ കല്യാണ സമയത്തൊക്കെ വാങ്ങിച്ചതാണ്. ആ സമയത്ത് അതിനുശേഷം ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് എന്റെ ഇത്രയും പർച്ചേസ്. ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് എങ്ങോട്ടായിരുന്നു? പിന്നെ ബോംബെ ഗാർമെന്റ്സ്. അത് നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയതാണ്. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അവസാനമാണ് ഒരു 1-2 ബ്ലൗസ് തുണിയും കൂടെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് രാമചന്ദ്രന് കിട്ടാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ. പക്ഷെ അവിടെ കയറിയപ്പോ ഞെട്ടിപ്പോയി guys. കാരണം ഭയങ്കര അത്യാവശ്യം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിരുന്നു. നമ്മളെ റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 400-നകത്തൊക്കെ വരുന്ന നല്ല കളക്ഷൻസ് ഉള്ള റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്, ഒരു ഗ്രീൻ കളർ മെറ്റീരിയൽ ഉണ്ട്. അത് ആക്ച്വലി ഞാൻ തച്ച് തുടങ്ങി, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പൊ അത് വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ പണിപ്പുരയിൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പം അടുത്ത വാങ്ങിച്ചത് നല്ല പിങ്ക് കളറുള്ളത് ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല രസമുണ്ടെന്ന് വെച്ചാൽ അടിപൊളി, എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പക്ഷെ മിസ്സായി പോയി, നമ്മള് ആദ്യം പോയെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് അങ്ങനെ കയറിയതാണ്. ഞാൻ നോക്കിയപ്പോ എന്നെക്കാളും നന്നായിട്ട് ഇവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് കൊടുക്കാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതെന്റെ അപ്പോഴത്തെ തന്നോ ഞാൻ സ്വീകരിക്കുന്നത്, ഞാൻ ആലോചിക്കട്ടെ, മാനസികാവസ്ഥ പോലെ ഇരിക്കും. അപ്പൊ നല്ല കളർ. അപ്പം ഇത്രയൊക്കെയാണ് അല്ലേ? വേറൊന്നും മേടിച്ചില്ല. പക്ഷെ പച്ച കളർ കൊള്ളാം. പക്ഷെ ചേച്ചി അത് തയ്ച്ചു തുടങ്ങി. നല്ല നമ്മുടെ ഡാർക്ക് സ്കൂളില് പ്രോഗ്രാമിന് വേണ്ടി ഡാർക്ക് ഗ്രീൻ ആണ്. നാളെയാണ് ഫംഗ്ഷൻ. അപ്പം ഇത്രയാണ് നമ്മുടെ എന്താ പറയാ ഓണം ഒറ്റ ദിവസത്തെ ഷോപ്പിംഗ് നമ്മളെല്ലാം വാരിക്കൂട്ടിയത്. ഒരുപാട് ഒത്തിരി ഒന്നും ഇല്ല, പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ മാത്രം തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ടയർഡായി പോയി. നമ്മൾ രാവിലെ പോയിട്ട് ഏകദേശം രാത്രിയൊക്കെ ആയില്ലേ, ഒരു 7:30 ആയി നമ്മൾ എത്തിയപ്പോഴത്തേക്കും. അപ്പം ഇതാണ് നമ്മുടെ പാർട്ട് 3 വീഡിയോ. ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ടാറ്റാ.